പ്രിയരെ നമസ്കാരം. ഗണങ്ങൾ അഥവാ വിഭാഗങ്ങൾ ശിവനെ അനുഗമിക്കുന്ന ഭൂതങ്ങളുടെയും വേതാളങ്ങളുടെയും ആത്മാക്കളുടെയും അതിഥേയരാണ്. ഇതിൽ ചിലർ അദ്ദേഹത്തോടൊപ്പം കൈലാസ പർവ്വതത്തിൽ താമസിക്കുന്നു. അതേസമയം കൂടുതൽ ഭയാനകവും പേടിപ്പെടുത്തുന്നതുമായ ഗണങ്ങൾ ശ്മശാന സ്ഥലങ്ങളിൽ ഒതുങ്ങുന്നു. മനോഹരമായ എത്രയോ സ്ഥലങ്ങൾ ഭൂമിയിലുള്ളപ്പോൾ ഭൂതങ്ങളുടെയും കുറുനരികളുടെയും ശവങ്ങളുടെയും കഴുകന്മാരുടെയും വാസസ്ഥലമായ ശ്മശാന ഭൂമിയിൽ താമസിക്കാൻ അങ്ങ് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരിക്കൽ ഉമ ശിവനോട് അതിശയോക്തിയോടെ ചോദിച്ചിട്ടുണ്ട്. ധ്യാനിക്കാൻ ശുദ്ധമായ ഒരിടം തേടി ഞാൻ ലോകമെമ്പാടും അലഞ്ഞു നടന്നുവെന്ന് മഹേശ്വരൻ മറുപടി പറഞ്ഞു. അനുയോജ്യമായ ഒരിടം പോലും കണ്ടെത്തുവാനാവാത്തതിനാൽ കോപവും നിരാശയും നിമിത്തം ഞാൻ ഭയങ്കര പിശാചുക്കളെയും മാംസം ഭക്ഷിക്കുന്ന ഭൂതങ്ങളെയും ക്രൂരന്മാരായ രാക്ഷസന്മാരെയും സൃഷ്ടിച്ചു. അനുകമ്പയാൽ ഈ ഭയങ്കരമായ സംഘത്തെ ശ്മശാന ഭൂമിയിൽ നിലനിർത്തി. ഭൂതങ്ങളും ഗണങ്ങളും ഇല്ലാത്ത ഒരു ജീവിതം ആഗ്രഹിക്കാത്തതിനാൽ അദ്ദേഹം ഒരു ശ്മശാനത്തിൽ താമസിക്കുവാൻ തീരുമാനിച്ചു. പ്രേതങ്ങൾ എന്നോടൊപ്പം താമസിച്ചപ്പോൾ അവർ ഒരു ദോഷവും സൃഷ്ടിച്ചിട്ടില്ല. ഭയങ്കരമായ ഗണങ്ങളുടെ സാന്നിധ്യം ശിവന്റെ ബഹുമാന സൂചകമായും അശുദ്ധർക്ക് ഒരു തടസ്സമായും പ്രവർത്തിക്കുന്നു. ഭയങ്കരന്മാരായ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും ഭയക്കുന്നവർ പുറത്തു നിന്നുള്ളവരായി തുടരാൻ വിധിക്കപ്പെട്ടു. മരണത്തെ ധിക്കരിക്കുകയും വികാരങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും സ്വയം മോചനം നേടുകയും ചെയ്യുന്ന വീരന്മാർക്ക് ശ്മശാന ഭൂമിയിൽ അദ്ദേഹത്തിന്റെ സമീപത്ത് സ്ഥാനമുണ്ട്. ഇവരായിരിക്കും യഥാർത്ഥ ഭക്തർ. ഭയക്കാൻ ഒന്നുമില്ലാത്തവരും വീരന്മാരല്ലാത്ത മാരകമായി ഭീഷണിപ്പെടുത്തുന്ന ശക്തികളുടെ ഒന്നിലധികം വിഭാഗങ്ങളുടെ ആക്രമണത്തിൽ പ്രാവീണ്യം നേടിയവർക്കും സ്വയം നിയന്ത്രിക്കാനാവാത്തതിനാൽ ഭയപ്പെടുത്തുന്ന ഭൂതങ്ങളെ നിയന്ത്രിക്കാനാവില്ല. ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പ്രമദാക്കൾ, ഗുഹ്യകന്മാർ, ഡാകിനികൾ, പിശാചുക്കൾ, കൂഷ്മാണ്ഡങ്ങൾ, വേതാളങ്ങൾ, വിനായകന്മാർ, ബ്രഹ്മരക്ഷസുകൾ തുടങ്ങിയ നരകാഗ്നിയുടെ വിവിധ തരത്തിലുള്ള ശക്തരായ പ്രേതങ്ങളാലും നിഷേധികളാലും സഹായിക്കുന്ന പരമശിവനെ ഭൂതനാഥൻ എന്ന് വിളിക്കുന്നു. എല്ലാത്തരം പ്രേതങ്ങളിലും വെച്ച് ബ്രഹ്മരക്ഷസുകൾ വളരെ ശക്തരാണ്. പ്രേതങ്ങളുടെ വേഷത്തിലേക്ക് പരിവർത്തനം സംഭവിക്കുന്ന ബ്രാഹ്മണന്മാരാണ് ബ്രഹ്മരക്ഷസുകളായി മാറുന്നത്. പ്രേതങ്ങളും അനർത്ഥകാരികളും ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളാണ്. അവർ വ്യാജമല്ല. അവയെല്ലാം വ്യവസ്ഥാപിതമായ ആത്മാവിനെ പലവിധ ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്നതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ്. അവർ പരമാത്മാവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാകുന്നു. ചൈതന്യമുള്ളതും നിർജീവമായതുമായ എല്ലാ വസ്തുക്കളുടെയും ആത്മീയ ഗുരുവായി ശിവനെ വിവരിക്കുന്നു. അതിനാൽ തന്നെയാണ് ശിവൻ ഭൂതനാഥൻ എന്നറിയപ്പെടുന്നതും. ജഡീകരിക്കപ്പെട്ട തലയുള്ളവരുടെ ആരാധനായോഗ്യമായ ദേവൻ എന്നാണ് അതിനർത്ഥം. പ്രേതങ്ങളെ സൂചിപ്പിക്കാൻ ചിലപ്പോൾ ഭൂതങ്ങളെയും പ്രതിപാദിക്കാറുണ്ട്. പരമശിവൻ പ്രേതങ്ങളെയും അസുരന്മാരായ വ്യക്തികളെയും മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കാത്തവരെയും നവീകരിക്കാൻ ചുമതലയേൽക്കുന്നു. അതിനാൽ ശുഷ്കമായവരും പൈശാചികത ഉള്ളവരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരുമായ വൈഷ്ണവരും അടങ്ങുന്ന എല്ലാവരുടെയും ആത്മീയ ഗുരുവാണ് അദ്ദേഹം. ഭൂത എലി എന്നാണ് ഇവിടെ ശിവനെ വിശേഷിപ്പിക്കുന്നത്. പ്രേതങ്ങളെയും അജ്ഞാനത്തിന്റെ ഭൗതികമായ രീതിയിൽ സ്ഥിതി ചെയ്യുന്നവരെയും ഭൂതങ്ങൾ എന്ന് വിളിക്കുന്നു. അതിനാൽ ഭൂത എലി പ്രകൃതിയുടെ ഭൗതിക രീതിയിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള സൃഷ്ടികളുടെ നേതാവിനെ സൂചിപ്പിക്കുന്നു. ജന്മം അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന മറ്റെന്തോ എന്നും മറ്റൊരു അർത്ഥവും ഭൂതത്തിനുണ്ട്. അതിനാൽ ഈ അർത്ഥത്തിൽ ശിവനെ ഈ ഭൗതിക ലോകത്തിന്റെ പിതാവായി അംഗീകരിക്കാം. കൊൽക്കത്തയിൽ കാളി ദേവിയുടെ പ്രതിഷ്ഠയുള്ള നിരവധി ഇറച്ചിക്കടകളുണ്ട്. മൃഗങ്ങളെ ഭക്ഷിക്കുന്നവർ കാളിദേവിക്ക് സമർപ്പിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കഴിക്കുമെന്ന പ്രതീക്ഷയിൽ അത്തരം കടകളിൽ നിന്ന് മൃഗമാംസം വാങ്ങുന്നത് ശരിയാണെന്ന് കരുതുന്നു. കാളി ഒരിക്കലും മാംസാഹാരം സ്വീകരിക്കില്ലെന്ന് അവർക്കറിയില്ല. കാരണം അവർ ശിവപത്നിയാണ്. പരമശിവൻ ഒരു മഹാനായ വൈഷ്ണവൻ കൂടിയാണ്. ഒരിക്കലും മാംസാഹാരം കഴിക്കാറില്ല. ശിവൻ ഉപേക്ഷിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കാളിദേവി സ്വീകരിക്കുന്നു. അതിനാൽ അവൾ മാംസമോ മത്സ്യമോ കഴിക്കാൻ സാധ്യതയില്ല. ഇത്തരം വഴിപാടുകൾ ഭൂതങ്ങൾ, പിശാചുക്കൾ, രാക്ഷസന്മാർ എന്നറിയപ്പെടുന്ന കാളിദേവിയുടെ സഹകാരികൾ സ്വീകരിക്കുന്നു. മാംസത്തിൻ്റെയോ മത്സ്യത്തിൻ്റെയോ രൂപത്തിൽ കാളിയുടെ പ്രസാദം എടുക്കുന്നവർ യഥാർത്ഥത്തിൽ കാളി ഉപേക്ഷിച്ച പ്രസാദമല്ല, ഭൂതങ്ങളും പിശാചുക്കളും ഉപേക്ഷിക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാൻ കഴിയാത്തതും അസാധ്യമായതുമായ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന നിരവധി രൂപങ്ങൾ ശിവനുണ്ട്. ചിലത് പ്രഹേളികയാണ്, മറ്റുള്ളവ ആകർഷകവും മനോഹരവുമാണ്. നിഷ്കളങ്കനായ ഭോലേനാഥ് മുതൽ ഭയങ്കരനായ കാലഭൈരവൻ വരെയും സുന്ദരനായ സോമസുന്ദരൻ മുതൽ ഭയങ്കരനായ അഘോരൻ വരെയും ശിവൻ എല്ലാ സാധ്യതകളെയും ഉൾക്കൊള്ളുന്നു. എന്നാൽ ഇവയ്ക്കിടയിൽ 5 അടിസ്ഥാന രൂപങ്ങളുണ്ട്. ഭൗതിക സൃഷ്ടിയായ നമുക്ക് കാണാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതും മണക്കാൻ കഴിയുന്നതും രുചിക്കാൻ കഴിയുന്നതും സ്പർശിക്കാൻ കഴിയുന്നതുമായ ശരീരം, ഗ്രഹം, പ്രപഞ്ചം, വിശ്വം എല്ലാം ഈ 5 ഘടകങ്ങളുടെ കളികൾ മാത്രമാണ്. 5 ചേരുവകൾ കൊണ്ട് മാത്രം സൃഷ്ടി എന്ന് വിളിക്കപ്പെടുന്ന എത്രയെത്ര മഹത്തായ കുസൃതികൾ
നിങ്ങൾക്ക് ഒരു വശത്ത് കണക്കാക്കാൻ കഴിയുന്ന 5 കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് എത്രയെത്ര കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. സൃഷ്ടി കൂടുതൽ കരുണയുള്ളതും തടയാൻ കഴിയാത്തതുമാണ്. പഞ്ചഭൂതങ്ങൾ എന്നറിയപ്പെടുന്ന ഈ 5 ഘടകങ്ങളിൽ വൈദഗ്ധ്യം നേടുന്നതെല്ലാം നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ക്ഷേമം, ലോകത്തിലെ നിങ്ങളുടെ ശക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കുവാനുള്ള നിങ്ങളുടെ കഴിവ് എന്നിവയാണ്. അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അബോധത്തിലോ ഓരോ വ്യക്തിയും ഈ വ്യത്യസ്ത ഘടകങ്ങളുടെ മേൽ ചില നിയന്ത്രണത്തിലോ വൈദഗ്ധ്യത്തിലോ എത്തിച്ചേരുന്നു. അവർക്ക് എത്രത്തോളം നിയന്ത്രണമോ വൈദഗ്ധ്യമോ ഉണ്ട് എന്നത് അവരുടെ ശരീരത്തിൻ്റെ സ്വഭാവം, അവരുടെ മനസ്സിൻ്റെ സ്വഭാവം, അവർ ചെയ്യുന്നതിൻ്റെ സ്വഭാവം, അവർ എത്ര വിജയകരമായി ചെയ്യുന്നു, അവർക്ക് എത്രത്തോളം കാണാൻ കഴിയും എന്നെല്ലാം അത് നിർണ്ണയിക്കുന്നു. ഭൂതേശ്വരായ എന്നാൽ പഞ്ചഭൂതങ്ങളിൽ യജമാനനായ ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗധേയം കുറഞ്ഞത് ഭൗതിക മണ്ഡലത്തിലെങ്കിലും നിർണ്ണയിക്കുന്നു. ഗണപതിയുടെ ജനനത്തിൻ്റെ ഒരു പതിപ്പിൽ ഗണപതിയെ പാർവതി എങ്ങനെ സൃഷ്ടിച്ചു എന്ന് വിശദീകരിക്കുന്നുണ്ട്. തൻ്റെ പ്രവേശന കവാടത്തിൻ്റെ കാവൽക്കാരനായ ദ്വാരപാലകനായി പ്രവർത്തിക്കാൻ പാർവതി ഗണപതിയെ നിയോഗിച്ചു. ശിവൻ തൻ്റെ പത്നിയെ സന്ദർശിക്കാൻ അവളുടെ അന്തഃപുരത്തിലേക്ക് വന്നപ്പോൾ ഗണേശൻ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാൻ വിസമ്മതിച്ചു. എന്നു മാത്രമല്ല, ശിവനെ ആക്രമിക്കുവാനുള്ള ധൈര്യവും പ്രകടിപ്പിച്ചു. ഗണപതിയെ വധിക്കാൻ തൻ്റെ ഭൂതഗണങ്ങളോട് ശിവൻ ആജ്ഞാപിക്കുന്നു. ഗണേശൻ ഗണങ്ങളെ വിജയകരമായി എതിർക്കുക മാത്രമല്ല, അവരുടെ സഹായത്തിനായി എത്തിയ എല്ലാ ദൈവങ്ങളെയും പരാജയപ്പെടുത്തുകയും ചെയ്തു. വിസ്മയിപ്പിക്കുന്ന മിഥ്യാബോധം സൃഷ്ടിക്കാനുള്ള വിഷ്ണുവിൻ്റെ ശക്തിയുടെ സഹായത്തോടെ ദേവന്മാർ ഗണപതിയെ ആരെന്ന് തിരിച്ചറിയാതെ പിടിച്ചുകൊണ്ടുപോയി തല വെട്ടിമാറ്റി. അതിൽ കുപിതയായ മാതാവ് പാർവതി ശിവനോട് തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ അവളുടെ മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന വ്യവസ്ഥയിൽ സമാധാനം സ്ഥാപിക്കാൻ പാർവതി സമ്മതിക്കുന്നു. ദേവതകളോട് വടക്കോട്ട് യാത്ര ചെയ്യുവാനും അവർ ആദ്യം കണ്ടുമുട്ടുന്ന ജീവിയുടെ തല വെട്ടിക്കൊണ്ടുവരുവാനും ശിവൻ ആജ്ഞാപിക്കുന്നു. ആദ്യം കണ്ടുമുട്ടിയത് ആനയെയാണ്. അങ്ങനെ അതിൻ്റെ തല വെട്ടിയെടുത്ത് ഗണേശനെ പുനരുജ്ജീവിപ്പിക്കുകയും അവൻ്റെ പോരാട്ട വീര്യത്തിൽ ആകൃഷ്ടനായ ശിവൻ അവനെ തൻ്റെ ഭൂതഗണാദികളുടെ സേനാധിപതിയായി നിയമിക്കുകയും ചെയ്തു. ദൈത്യ രാജാവായ ജലന്ധരന്റെ പുരാണത്തിൽ ജലന്ധരൻ തനിക്ക് പാർവതിയെ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സന്ദേശവുമായി രാഹുവിനെ ശിവന്റെ അടുക്കിലേക്ക് അയച്ചു. ഈ സന്ദേശത്തിനാൽ ശിവൻ കോപിക്കുന്നു. ഈ കോപം അദ്ദേഹത്തിന്റെ തിരുനെറ്റിയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് ഒരു ഭീകരജീവിയുടെ രൂപമെടുത്തു. സിംഹത്തിന്റെ മുഖവും ജ്വലിക്കുന്ന കണ്ണുകളും സ്പർശിച്ചാൽ വരണ്ടതും പരുക്കനുമായ ശരീരവും നീണ്ട കൈകളും കോപത്താൽ തുടിക്കുന്ന നാവുമടങ്ങുന്ന ഒരു ജീവിയായിരുന്നത്. രാഹുവിനെ വിഴുങ്ങാനായി ആ ജീവി രാഹുവിന്റെ അടുക്കിലേക്ക് പാഞ്ഞു. ഞങ്ങൾക്ക് ദൂതനെ ആക്രമിക്കുന്ന സ്വഭാവമില്ലെന്ന് ശിവൻ ആ ജീവിയോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ വിശപ്പ് കൊണ്ട് സഞ്ചാരമടിക്കുകയാണെന്ന് ആ ജീവി ശിവനോട് അപേക്ഷിച്ചു. അത്രയ്ക്ക് വിശക്കുന്നുവെങ്കിൽ സ്വന്തം മാംസം ഭക്ഷിക്കുവാൻ ശിവൻ നിർദ്ദേശിച്ചു. തല മാത്രം അവശേഷിക്കുന്നതുവരെ ആ ഗണം സ്വയം തിന്നു. അത്തരം അനുസരണശീലത്തിലും ഭക്തിയിലും ആകൃഷ്ടനായ ശിവൻ ആ ഗണത്തെ തൻ്റെ ദ്വാരപാലകനായി നിയമിച്ചു. അത് എല്ലാ ദുഷ്ടന്മാർക്കും ഭീകരത സൃഷ്ടിക്കാൻ തക്കതായിരുന്നു. തൻ്റെ ആരാധനയ്ക്കൊപ്പം ഗണത്തെയും ആരാധിക്കണമെന്ന് ശിവൻ കൽപ്പിക്കുകയും അതിന് കീർത്തിമുഖൻ എന്ന പേര് നൽകുകയും ചെയ്തു. സംഭവിച്ചതെല്ലാം ഗ്രഹിച്ച ജലന്ധരൻ രോഷാകുലനായി കൈലാസപർവ്വതം ഉപരോധിക്കാൻ ദൈത്യരുടെ സൈന്യത്തോട് ആജ്ഞാപിച്ചു. ദൈത്യരും ഗണങ്ങളും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. എന്നാൽ ഓരോ തവണയും ഒരു ദൈത്യൻ കൊല്ലപ്പെടുമ്പോൾ അവരുടെ ഗുരുവായ ശുക്രാചാര്യർ മൃതസഞ്ജീവനി തന്ത്രത്താൽ ഉടനടി അവരെ പുനരുജ്ജീവിപ്പിക്കും. ഗണങ്ങൾ ഇക്കാര്യം ശിവനെ ബോധിപ്പിച്ചപ്പോൾ ശിവന് രോഷം പെരുകി. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഉടനടി കൃത്യം എന്ന ഒരു ഭയങ്കര രൂപം പുറത്തു വന്നു. അവളുടെ കാലുകൾ മരം പോലെ ദൃഢവും അവളുടെ വായ് പർവ്വത ഗുഹകൾ പോലെ വലുതും ആഴമുള്ളതുമായിരുന്നു. അവൾ യുദ്ധക്കളത്തിലേക്ക് കുതിച്ച് ശത്രുക്കളെ വിഴുങ്ങുവാൻ തുടങ്ങി. അവൾ ഭയങ്കരിയും ഭീഭത്സിയുമായിരുന്നു. അവളുടെ സ്തനങ്ങൾ കൊണ്ടുള്ള തള്ളലിനാൽ മരങ്ങൾ പിഴുതെറിയപ്പെടുകയും പാദങ്ങൾക്കടിയിൽ ഭൂമി പിളരുകയും ചെയ്തു. അവൾ ശുക്രനെ പിടികൂടി തൻ്റെ യോനിയിൽ തിരികെ അപ്രത്യക്ഷയായി. ശുക്രനെ പിടികൂടിയതോടെ ദൈത്യന്മാർ ഭയന്ന് യുദ്ധക്കളത്തിൽ നിന്നും ചിതറിപ്പോയി. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.